എന്നും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ തോന്നി ഒരു മധുരപലഹാരമായാലോ. എപ്പോഴും സേമിയ പായസം തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നൊന്ന് മാറ്റി പിടിക്കാം. അതിനുവേണ്ടി കുറച്ച് ഏത്തപ്പഴം എടുത്തു. നല്ല പഴുത്ത ഏത്തപ്പഴമാണ്. അതൊന്ന് വേവിച്ച് കുക്കറിലിട്ട് വേവിച്ച് മിക്സിയിൽ അരച്ച് പൾപ്പാക്കി എടുത്തു. അതിനുശേഷം ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് നെയ്യും പിന്നെ ഈ അരച്ച് മാറ്റി വെച്ച പൾപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ല ശർക്കര പാനിയാക്കി വെച്ച് അത് അരിച്ചതിലേക്ക് ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കുക. ശർക്കരപ്പാനി ചേർത്തിട്ട് കട്ട കുത്താതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. കൈ വിടാതെ ഇളക്കി കട്ട കുത്താതെ അതൊന്ന് ആ ശർക്കരയും പഴവും നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഒന്ന് വെന്ത് വന്ന ശേഷം രണ്ടാം പാലാട്ടോ എടുത്തിട്ടുള്ളത്. നാളികേരത്തിൻ്റെ രണ്ടാം പാലെടുത്ത് അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ കട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ വറ്റിച്ചെടുത്താലേ ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. നല്ലപോലെ വറ്റിച്ചെടുക്കുക. അതിനുശേഷം അരിപ്പൊടി കലക്കി ചേർക്കാം കേട്ടോ. ഞാനിവിടെ അരി അരച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അരിപ്പൊടി കലക്കി ചേർക്കുക അല്ലെങ്കിൽ അരിച്ച് ചേർക്കണം. എന്തിനാ വെച്ചാൽ ഒന്ന് ഈ പഴം ഇതൊക്കെ വരുമ്പോൾ ഒരു ലൂസായിട്ടാണല്ലോ ഉണ്ടാവുക. അതിൻ്റെ കൺസിസ്റ്റൻസി അതൊന്ന് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഫ്ലേവർ കിട്ടാൻ ഏലക്ക ചേർക്കാം. പിന്നെ അങ്ങനെ രണ്ടാം പാലും ഈ അരിപ്പൊടിയും ഇതും കൂടി കൂടിയിട്ട് നല്ലപോലെ വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുക. നെയ്യ് ചേർത്താൽ തന്നെ ഒരു നല്ലൊരു മണം വരും കേട്ടോ. അടിപൊളി മണമാണേ. പിന്നെ നമ്മൾ കശുവണ്ടി പിന്നെ മുന്തിരിയൊക്കെ ചേർത്തിട്ട് അതിലേക്ക് അത് വാങ്ങി വെക്കാം. നാളികേരക്കൊത്താണ് ചേർക്കണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ മുകളിലൊക്കെ നിൽക്കണം, കാണാൻ നല്ല രസം കേട്ടോ. ഇനി ഇത് പായസം റെഡി ആയിട്ട് വാങ്ങി വെച്ച ശേഷം ഒന്നാം പാല് നല്ല കട്ടിയുള്ള ഒന്നാം പാല് ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി. നല്ല പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഡെസേർട്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കും വേണം. എന്നും ഈ സേമിയ പായസമൊക്കെ അല്ലേ കഴിക്കുന്നത്. ഈ പഴം വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണേ.